നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി 2ാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. പാഠത്തിന്റെ പേര് പ്രകാശം ജലം പോലെയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. ഇതിഹാസ സമാനമായ സാഹിത്യ ജീവിതത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം ജനിച്ചത് കൊളംബിയയിലെ അരാക്കറ്റക്കയിലാണ്. ഇദ്ദേഹത്തിന്റെ വിളിപ്പേര് ഗാബോ എന്നായിരുന്നു. ഒരു മലയാളി എഴുത്തുകാരനെ പോലെ തന്നെയാണ് മാർക്കസിനെ നമ്മുടെ മലയാളികൾ സ്വീകരിച്ചു പോന്നിരുന്നത്. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തന്റെ കൃതികളിൽ അദ്ദേഹം രേഖപ്പെടുത്തി. 1967 പ്രസിദ്ധീകരിച്ച ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത്. ഈ കൃതിക്ക് 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. മനുഷ്യരാശിയുടെ ഓർമ്മകളുടെ മഹാസമുദ്രങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ കൃതികളെ വിശേഷിപ്പിക്കാറുണ്ട്. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, ലീഫ് സ്റ്റോം, ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്, ദ ഓട്ടം ഓഫ് പേട്രിയാർക്ക് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. നമ്മുടെ ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ചന്ദ്രമതി എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. അവര് 1954 തിരുവനന്തപുരത്ത് ജനിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണ ബിരുദം അവർക്കുണ്ട്. തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിലെ അധ്യാപികയായിരുന്നു. ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തേക്ക് കടക്കാം. ഈ കഥയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ രചനാ തന്ത്രമാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാജിക്കൽ റിയലിസം എന്ന ഒരു രചനാ തന്ത്രത്തിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. അതിന്റെ വളരെ സമർത്ഥമായി അതിനെ നമ്മുടെ കഥാകാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2 കുട്ടികൾ, ടോട്ടോ എന്നും ജോവൽ എന്നും പേരുള്ള 2 കുട്ടികളുടെ കഥയാണിത്. ധാരാളം കടലും കപ്പലും വള്ളവും ഒക്കെയുള്ള കാഡ്ജിനെ എന്ന ഒരു തുറമുഖ നഗരത്തിൽ നിന്നും മാഡ്രിഡ് എന്ന് പറയുന്ന വളരെ ഇടുങ്ങിയ ഒരു ലോകത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു പരിഷ്കൃത ലോകത്തേക്ക്, അവിടുത്തെ ഒരു ഫ്ലാറ്റിലേക്ക് പറിച്ചു നടപ്പെടുന്ന 2 കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും അവരുടെ ഭാവനാ ലോകവും ഒക്കെയാണ് നമുക്ക് ഈ കഥയിലൂടെ കാണാൻ കഴിയുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. 2 കുട്ടികളും കൂടി ക്രിസ്മസ് ആയപ്പോൾ തുഴവള്ളം വേണമെന്ന് ആവശ്യം വീണ്ടും ഉന്നയിച്ചു. ശരി, പപ്പ പറഞ്ഞു. കാഡ്ജിനയിൽ മടങ്ങി ചെല്ലുമ്പോൾ നമുക്കത് വാങ്ങാം. കാഡ്ജിനെ അവർ താമസിച്ചിരുന്ന തുറമുഖ നഗരമാണ്. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള സ്ഥലം. 9 വയസ്സായ ടോട്ടോയും 7 വയസ്സായ ജോവലും അച്ഛനമ്മമാർ കരുതിയതിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു. പറ്റില്ല, അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്കത് ഇപ്പോൾ ഇവിടെ വേണം. പക്ഷെ അവരുടെ അമ്മ പറഞ്ഞു, വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ. അവരും ഭർത്താവും പറഞ്ഞത് ശരിയാണ്. കാഡ്ജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന ബോട്ടുകൾ അടുപ്പിക്കാനുള്ള ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. കൂടാതെ 2 വലിയ വള്ളങ്ങൾ വയ്ക്കാവുന്ന ഒരു ഷെഡും. ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നുമില്ല. ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയത്തിലെ 5ാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അവർ തിങ്ങിക്കൂടി കഴിഞ്ഞിരുന്നത്. എങ്കിലും 2 പേർക്കും ഒടുവിൽ കുട്ടികളുടെ ആവശ്യം നിരസിക്കാനാവാതെ വന്നു. കാരണം എലിമെന്ററി സ്കൂളിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ സെക്സ്റ്റന്റും കോമ്പസും ഉള്ള ഒരു തുഴവള്ളം വാങ്ങിക്കൊടുക്കാമെന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് ആ സമ്മാനം വാങ്ങിയതുകൊണ്ട് പപ്പ അവർക്ക് തുഴവള്ളം വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തു. ഭാര്യയോട് അയാൾ ഒന്നും പറഞ്ഞില്ല. ചൂതാട്ടം മൂലം വന്നു ചേർന്ന കടം കൊടുത്തു തീർക്കാൻ അയാളേക്കാൾ വിഷമം അവർക്കായിരുന്നു. അവര് പുതിയൊരു നഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ്. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തേക്കാണ് അവര് വന്നിരിക്കുന്നത്. അവരുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ അവർ ജീവിച്ചിരുന്ന ആ ജീവിതത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു ജീവിതത്തിലേക്കാണ് അവർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് വളരെ തുറസായ ധാരാളം വെള്ളവും കടലും കപ്പലും ഒക്കെയുള്ള ഒരു സ്ഥലത്ത്, ഒരു തുറമുഖ നഗരത്തിൽ നിന്നും മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു പരിഷ്കൃത നഗരത്തിലെ ഒരു ഫ്ലാറ്റിലേക്കുള്ള പറിച്ചുനടൽ. അപ്പൊ തീർച്ചയായും അവര് എപ്പോഴും ആ വിശാലമായ ലോകത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ചോദന അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ വള്ളം അവരാവശ്യപ്പെടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ആകപ്പാടെയുള്ള വെള്ളം എന്ന് പറയുന്നത് ഷവറിൽ നിന്ന് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും കുട്ടികള് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായ അവർ 2 പേരും 1ാം സമ്മാനം വാങ്ങിയതുകൊണ്ട് അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ, അതായത് സെക്സ്റ്റന്റും കോമ്പസും ഉള്ള ഒരു തുഴവള്ളം, അപ്പോൾ സമുദ്രയാത്രയ്ക്ക് സഹായകമാകുന്ന ഉപകരണങ്ങളൊക്കെയാണത്. അപ്പൊ ഇവയൊക്കെ ഉള്ള ഒരു തുഴവള്ളമാണ് അച്ഛനമ്മമാരവർ ആ കുട്ടികൾക്ക്
വാങ്ങിക്കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ആ കുട്ടികളുടെ മികവിന് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ, അപ്പൊ അങ്ങനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാരാണ്. കുട്ടികൾ മികവ് പുലർത്തുമ്പോൾ അവർക്ക് അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അവരതിന് നിഷ്ഠ പുലർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഭംഗിയുള്ള ഒരു അലുമിനിയം വള്ളം അയാൾ വാങ്ങിക്കൊടുത്തു. വെള്ളത്തെ സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വരകളുള്ള ഒരു വള്ളമാണ് വാങ്ങിയത്. കാറിനടുത്താണ് വള്ളം വെച്ചിട്ടുള്ളത്. ഊണ് സമയത്ത് പപ്പ പറഞ്ഞു, അത് എലിവേറ്റർ വഴിയോ ഏണിപ്പടികൾ വഴിയോ മുകളിലേക്ക് കൊണ്ടുവരാനാവില്ല. കാർ ഇടുന്നിടത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലവുമില്ല. അപ്പൊ വളരെ പരിമിതമായ ചുറ്റുപാടും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയുമാണ്. കാരണം ആ വള്ളം വെക്കാൻ പോലും അവർക്ക് സ്ഥലമില്ല. എന്നാൽ അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ ക്ഷണിച്ചു കൊണ്ടുവന്നവരുടെ സഹായത്തോടെ വള്ളത്തെ ഏണിപ്പടികൾ വഴി അപ്പാർട്ട്മെന്റിൽ എത്തിച്ചു. അത് ജോലിക്കാരിക്കായുള്ള മുറിയിലേക്ക് എടുത്തു വെക്കാനും അവർക്ക് കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കാഴ്ചവസ്തു അല്ല, അവരുടെ ജീവിത മുദ്രകൾ പേറുന്ന ഒന്നാണ് ആ വള്ളം എന്ന് പറയുന്നത്. കാരണം അവര് അത് കണ്ടാണ് വളർന്നത്, അല്ലെങ്കിൽ അവർ ജനിച്ചപ്പോൾ മുതൽ അതൊക്കെ കാണുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് വെറും ഒരു സമ്മാനമായിട്ട് ആ വള്ളത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവർ കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അത് ജോലിക്കാരിക്കുള്ള മുറിയിലേക്ക് എടുത്തു വെച്ചു. കൊള്ളാം, അഭിനന്ദനങ്ങൾ. പപ്പ പറഞ്ഞു, ഇനി എന്താണ്? ഇനി ഒന്നുമില്ല. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വള്ളം ഈ മുറിയിൽ കൊണ്ടുവരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു. ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്നത് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി. വീടിന്റെ സർവാധികാരികളായ മാറിയ കുട്ടികൾ എല്ലാ കതകുകളും ജനലുകളും അടച്ചിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരെണ്ണം പൊട്ടിച്ചു. പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പോലെ സ്വർണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. നിലത്തുനിന്ന് 3 അടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നത് വരെ അവർ നോക്കി നിന്നു. പിന്നെ അവർ കറന്റ് വിച്ഛേദിച്ച് തുഴവള്ളം വെളിയിലെടുത്ത് വീടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ കഥാകാരൻ തുനിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെ? നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെ അപരിചിതമായ ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, അല്ലെ? എന്താണത്? എല്ലാ ബുധനാഴ്ചകളിലും അച്ഛനമ്മമാർ സിനിമ കാണാൻ പോകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ അവർ രാത്രിയിൽ സിനിമ കാണാൻ പോയപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്തത്? എല്ലാ ജനലുകളും കഥകളും അടച്ചിട്ടിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരെണ്ണം പൊട്ടിച്ചു. അപ്പോഴെന്താണ് സംഭവിച്ചത്? പൊട്ടിയ ബൾബിൽ നിന്നും തണുത്ത വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പോലെ സ്വർണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. നിലത്തു നിന്ന് 3 അടിയോളം ഉയരത്തിൽ ആ പ്രകാശജലം തളം കെട്ടുന്നത് വരെ അവർ നോക്കി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കറണ്ട് വിച്ഛേദിച്ചിട്ട് അവർ തുഴവെള്ളം വെളിയിലെടുത്ത് വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു. അപ്പോൾ അവർ ആ ഭാവനയിൽ ഒരു പക്ഷെ പഴയ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നത്, അല്ലെ? നഷ്ടപ്പെട്ട പ്രകൃതിയുടെ ഒരു വീണ്ടെടുപ്പാണ് അവർ ആ ഭാവനയിലൂടെ നടത്തുന്നത്. അപ്പൊ ഇതിന് കാരണമായ ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിശയകരമായ ഈ സാഹസത്തിന് കാരണം എൻ്റെ ബാലിശമായ പ്രസ്താവനയാണ്. അച്ഛൻ ഒരു ബാലിശമായ, വളരെ നിസ്സാരമായ അല്ലെങ്കിൽ കുട്ടിത്തം നിറഞ്ഞ ഒരു പ്രസ്താവന ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി. വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ. ടോട്ടോ എന്നോട് സ്വിച്ചിലൊന്ന് തൊടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചുകുട്ടിയാണ്, 9 വയസ്സുള്ള അവൻ അച്ഛനോട് ചോദിച്ചു, എന്താണ് ഈ സ്വിച്ചിൽ തൊട്ടാൽ ഉടനെ ലൈറ്റ് ഉണ്ടാകുന്നത്, പ്രകാശം ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് 2 തവണ ചിന്തിക്കാനുള്ള അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. എന്താണ്? പെട്ടെന്ന് പറഞ്ഞു, പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. ഇതായിരുന്നു അദ്ദേഹം മകനോട് പറഞ്ഞത്. ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് അവന്റെ മനസ്സിലേക്ക് കടന്നു ചെന്ന് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വളരെ അതിശയകരമായ ഒരു കാര്യത്തിന് കാരണമായി തീർന്നത്. അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നുവിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു. അപ്പൊ ഇത് അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായി ഈ ജോലി അവർ തുടർന്നു. സെക്സ്റ്റന്റും കോമ്പസും ഉപയോഗിക്കാൻ പഠിച്ചു. സിനിമ കഴിഞ്ഞ് അച്ഛനമ്മമാർ വരുവോളം അവരത് ചെയ്തു. മടങ്ങിയെത്തുന്ന അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ്. ഒരു ഭാവനയാണ്, അല്ലെ? അവര് അത് യാഥാർത്ഥ്യം എന്നതുപോലെ യഥാർത്ഥത്തിൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ വള്ളത്തിൽ സഞ്ചരിച്ചതും അവരുടെ ജീവിതകാലത്തില് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ തുടക്കത്തില് അവരനുഭവിച്ചതുമായ ആ സന്തോഷങ്ങളുടെ ഒരു വീണ്ടെടുപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഭാവന ഭ്രമാത്മകമായ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ നേടുന്നത്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹസത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി കുട്ടികൾ മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികൾ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവര് സെക്സ്റ്റന്റും കോമ്പസും ഒക്കെ ഉപയോഗിക്കാൻ പഠിച്ചു. ഇനി കുറച്ചുകൂടെ ഈ സാഹസം മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെ തന്നെ നിന്നാൽ പോരല്ലോ. അതുകൊണ്ട് അവർ കുറച്ചുകൂടെ സാധനങ്ങൾ ആവശ്യപ്പെട്ടു. എന്തൊക്കെയായിരുന്നു? മുഖം മൂടികൾ, കുഞ്ഞിച്ചിറകുകൾ, വായു നിറച്ച തോക്കുകൾ, ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതുവരെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു തുഴവെള്ളം കൊണ്ടുവന്ന് ജോലിക്കാരിക്കുള്ള മുറിയിൽ സ്ഥാപിച്ചത് പോരെ? അപ്പൊ ഇപ്പോഴും ഇരിക്കുകയാണ് അവിടെ, ഒരു ഉപകാരവും ഇല്ലാതെ എന്നാണ് അച്ഛന്റെ വിചാരം. പപ്പ ചോദിച്ചു, ഇനി ആഴങ്ങളിൽ മുങ്ങാനുള്ള ഉപകരണം കൂടിയേ വേണ്ടൂ? 1ാം സെമസ്റ്ററിൽ ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള സമ്മാനം വാങ്ങാം. എന്നാലോ?
ജോവൽ ചോദിച്ചു. അയ്യോ വേണ്ട, അമ്മ ഭയത്തോടെ പറഞ്ഞു. വാങ്ങിച്ച സമ്മാനമൊക്കെ മതി. ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല, അമ്മ പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് വാശി തോന്നിയാൽ അവർ എന്തും ചെയ്യും. വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും. അപ്പൊ അവരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയല്ല, അവരൊരു കാര്യം വിചാരിച്ചാൽ, വാശി തോന്നിയാൽ അവരത് നേടുക തന്നെ ചെയ്യും. അതൊരു പക്ഷേ ടീച്ചറിന്റെ കസേര നേടണമെന്ന് ചിന്തിച്ചാൽ പോലും, അല്ലെ, അത്ര സാധ്യമല്ലാത്ത കാര്യം പോലും അവർ വേണമെങ്കിൽ ആ വാശി കൊണ്ട് നേടിയെടുക്കുമെന്നാണ് അവർ പറയുന്നത്. മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കാമെന്നോ ഇല്ലെന്നോ അച്ഛനമ്മമാർ പറഞ്ഞിട്ടില്ല. പക്ഷെ ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ഹെഡ് മാസ്റ്ററിൽ നിന്ന് തുറന്ന അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പൊ അവരുടെ മനസ്സിൽ ഇതാണ്, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ സംഗതികളൊക്കെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അതിനുവേണ്ടി അവര് ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം കരസ്ഥമാക്കുകയും ഹെഡ് മാസ്റ്ററിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. അത് ചെറിയ കാര്യമല്ല. അങ്ങനെ അവസാനം ഒന്നും ചോദിക്കാതെ തന്നെ അന്ന് ഉച്ചയ്ക്ക് തങ്ങളുടെ കിടക്കമുറിയിൽ മുങ്ങൽ സാമഗ്രികളുടെ പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടതായി കണ്ടു. അതായത് അവർ പറഞ്ഞ കാര്യം, അവര് കുട്ടികൾ വാക്കുപാലിച്ചതുപോലെ തന്നെ വാക്കുപാലിക്കാനുള്ള ചുമതല അച്ഛനമ്മമാർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവര് ആ സമ്മാനം വാങ്ങുക തന്നെ ചെയ്തു. അങ്ങനെ അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ അവർ അപ്പാർട്ട്മെന്റ് നിറയെ 12 അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു. അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി. കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പൊ തികച്ചും സ്വാഭാവികമായ ഒരു ജീവിത സാഹചര്യത്തിൽ മാത്രമേ ഒരു ഭാവനയ്ക്ക് ഒരു പ്രസക്തിയുള്ളൂ, അല്ലെ? അവിടെ ഭാവന ഉണ്ടാവുകയുള്ളൂ, അവിടെ സർഗാത്മകത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾ അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവന ചിറകു വിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭാവനയ്ക്ക് അതിരുകൾ ഇല്ലാതാവുകയാണ്. എന്താണ് അവസാനം സംഭവിച്ചിരിക്കുന്നത്? ആ അപ്പാർട്ട്മെന്റില് 12 അടി പൊക്കത്തിൽ അടുത്ത ബുധനാഴ്ച ആയപ്പോഴേക്കും അവര് പുതിയൊരു പരീക്ഷണം കൂടെ നടത്തിയ 12 അടി, 3 അടി പൊക്കം മാറ്റിയിട്ട് 12 അടി പൊക്കത്തിലേക്ക് പ്രകാശം നിറച്ചു. പ്രകാശം ജലം പോലെയാണ് എന്നുള്ള ചിന്തയിലാണ് അവർ. ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി അവർ വളരെ സ്വതന്ത്രമായി സുഖകരമായി അവിടെ ഒഴുകി നടക്കുന്നത് പോലെയുള്ള അനുഭവമാണ് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പം ജലത്തിൽ മുങ്ങിത്തപ്പി അമൂല്യമായ പലതും കണ്ടെടുക്കുന്ന പോലെ, കടലിന്റെ അടിയിലേക്ക് മുങ്ങിത്തപ്പി മുത്തും പവിഴവും ഒക്കെ വാരിക്കൂട്ടുന്നത് പോലെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇരുട്ടിലായിരുന്ന പല ഓർമ്മകളെയും, ഒരുപക്ഷെ ഓർമ്മകളാവാം, അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങളായിരിക്കാം, ഇവരെയൊക്കെ അവര് മുങ്ങിത്തപ്പി എടുത്തുകൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കഥാകൃത്ത് സൂചിപ്പിക്കുന്നത്. വർഷാവസാനത്തിൽ 2 സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു. അപ്പൊ അവര് ഇങ്ങനത്തെ ഈ ഭാവനാത്മകമായ ലോകത്തിൽ മാത്രമല്ല, അവര് യഥാർത്ഥ ജീവിതത്തിലും മിടുക്കന്മാരായിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് വർഷാവസാനത്തിൽ 2 സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു. പ്രവർത്തന മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു. ഇത്തവണ അവർക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ ഇങ്ങോട്ട് ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണം. ന്യായമായ ആവശ്യമാണ്, അല്ലെ? ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു. അവർക്ക് പാകത വരുന്നതിന്റെ തെളിവാണിത്. അവർ ഈ വെള്ളം ഇല്ലാത്തടത്ത് വള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ പാകത കുറവായിട്ട് അച്ഛൻ കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോൾ അവർക്ക് പാകത വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്താവശ്യപ്പെടുന്നത്? കൂട്ടുകാർക്ക് ഒരു പാർട്ടി കൊടുക്കണമെന്ന്. അപ്പൊ അത് അച്ഛനമ്മമാരെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു. അവർക്ക് പാകത വരുന്നതിന്റെ തെളിവാണത്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മയും പറഞ്ഞു. അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ പതിവ് പോലെ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ളാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിന്റെ മുൻവശത്തുകൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു. അപ്പൊ അവരുടെ ആ ലോകം വല്ലാതെ തന്നെ മാറിക്കഴിഞ്ഞു. പുതിയൊരു ലോകത്തേക്ക് തന്നെ അവർ മാറുകയാണ്. വേണമെങ്കിൽ നമുക്ക് ആ മാഡ്രിഡ് എന്ന് പറയുന്ന നഗരത്തെ തന്നെ അവര് മാറ്റിമറിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അതിനെ അവര് ഇഷ്ടപ്പെട്ടിരുന്ന കാഡ്ജിനെ ആക്കി മാറ്റുന്ന ഒരനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ വെളിയിലൂടെ നടന്നുപോയ ആൾക്കാർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. എന്താണ് അത്ഭുതം? മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്.
ഇവരുടെ വീടാണത്. അവിടെ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം തന്നെ ഉണ്ടാവുന്നു. വെള്ളം പോലും ഇല്ലാത്ത ഒരു നഗരമാണ്. ആകപ്പാടെ ഫ്ലാറ്റില് ഷവറിൽ നിന്ന് വരുന്ന വെള്ളമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെയാണ് ഈ വെള്ളച്ചാട്ടം അവർക്ക് അനുഭവം വേദ്യമാകുന്നത്. അത് ഇവർ മാത്രമല്ല അനുഭവിക്കുന്ന, പുറത്തു നിന്നുള്ള കാഴ്ചക്കാർ കൂടെ അതിലേക്ക് വരികയാണ്. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ കെട്ടിടത്തിന്റെ മുൻവശത്തു കൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രളയമായി തെരുവിലൂടെ ജലത്തിന്റെ ഒരു ആധിക്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒഴുകുകയാണ്. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ അതൊരു ഭാവനയുടെ ഏതാണ്ടൊരു അങ്ങേയറ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്യാഹിത സന്ദേശത്തിന് പുറകെ വന്ന തീകെടുത്തലുകാർ 5ാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെന്റിന്റെ മുകൾത്തൊട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു. അപ്പൊ ഈ കുട്ടികൾ മാത്രമല്ല ഈ ഭാവനയിലേക്ക് വരുന്നത്, ചുറ്റുമുള്ളവർ കൂടി അതിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അത്യാഹിത സന്ദേശത്തിന് പിന്നാലെ വന്ന തീകെടുത്തലുകാർ കണ്ട കാഴ്ചയാണിത്. മുകൾത്തട്ട് വരെ, അപ്പാർട്ട്മെന്റിന്റെ മുകൾത്തട്ട് വരെ പ്രകാശം നിറഞ്ഞ് കവിയുന്ന കാഴ്ച. സോഫയും പുലിത്തോലിൽ പൊതിഞ്ഞ ചാരുകസേരകളും സ്വീകരണ മുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു. അപ്പൊ ഈ പ്രകാശത്തിന്റെ ഈ പ്രളയത്തില്, അല്ലെങ്കിൽ ഈ ജലപ്രളയത്തിൽ എന്താണ്, ഒന്നാന്തരം ഒരു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പിയാനോയുടെ പുതപ്പ് പരന്ന ശരീരവും വീതിച്ചിറകുമുള്ള സുവർണ മത്സ്യത്തെ പോലെ പകുതി മുങ്ങി തത്തിപ്പറക്കുന്നുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിതകളുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്നു. നൃത്തത്തിനു വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ അവരുടെ അമ്മയുടെ അക്വേറിയത്തിൽ നിന്ന് സ്വതന്ത്രരായ വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം ഒഴുകി നടന്നു. ഉഗ്രപ്രകാശത്തിന്റെ ആ ചതുപ്പു നിലത്തിൽ ജീവനോടെ സന്തോഷത്തോടെ അവശേഷിച്ച ഏക ജീവികൾ ആ മത്സ്യങ്ങൾ മാത്രമായിരുന്നു. ബാത്റൂമിൽ എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകൾ മമ്മായുടെ കൃത്രിമ പല്ല് സെറ്റിനൊപ്പം ഒഴുകി നടന്നു. പ്രധാന ഉറക്കറയിലെ ടെലിവിഷൻ സെറ്റ് വശം തിരിഞ്ഞ് ഒഴുകുമ്പോൾ ഒരു പാതിരാപ്പടത്തിന്റെ അവസാന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. അല്ലെ, ആ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ആ രചനാ രീതിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കാണ് നമുക്ക് ഈ കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഹാളിന്റെ അങ്ങേയറ്റത്തായി പ്രകാശത്തിരയിൽ ഒഴുകിക്കൊണ്ട് തുഴ പിടിച്ചുകൊണ്ട് കഷ്ടിച്ച് തീരമണയാൻ വേണ്ടത്ര വായു മാത്രമുള്ള മുഖംമൂടി ധരിച്ച് വള്ളത്തിന്റെ പിൻഭാഗത്ത് ടോട്ടോ ഇരുന്നു. അപ്പൊ ടോട്ടോയും ജോവലും അത് ആസ്വദിക്കുകയാണ്, അങ്ങേറ്റം ആ കടൽ യാത്ര ആസ്വദിക്കുകയാണ്. അത് കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ വിളക്കുമാടം എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. വള്ളത്തിന്റെ അമരത്തിൽ ഒഴുകി നിന്ന ജോവൽ സെക്സ്റ്റന്റിലൂടെ പടിഞ്ഞാറൻ നക്ഷത്രത്തെ തിരയുകയുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവരെ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. ടോട്ടോയും ജോവലും നിങ്ങളുടെ വള്ളത്തിൽ ആ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വിളക്കുമാടം ലൈറ്റ് ഹൗസ് നോക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ സെക്സ്റ്റന്റിലൂടെ അവര് പടിഞ്ഞാറൻ നക്ഷത്രത്തെ തിരയുകയാണ്. ദിക്കറിഞ്ഞ് മുന്നോട്ട് തിരഞ്ഞ് പോവുകയാണ്. വീട്ടിൽ മുഴുവനുമായി അവരുടെ 37 സഹപാഠികളും ഒഴുകി നടന്നു. അതാണ് അവരുടെ ആ ലോകത്തേക്ക് അവരുടെ സഹപാഠികളെയും കൂടി അവര് കൂട്ടിച്ചേർക്കുകയാണ്. ആ സഹപാഠികളും കവിഞ്ഞ് അത് ചുറ്റുമുള്ളവരിലേക്കും പ്രസരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ആ ദൂരെ നിന്ന് ആ വീട്ടിൽ നിന്നും വെള്ളച്ചാട്ടം ഒഴുകുന്നത് കണ്ട ആളുകളിലേക്ക് വരെ അത് എത്തിച്ചേരുന്നു എന്നുള്ള ഒരു അതിശയം കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജെറാനിയം ചെടിച്ചട്ടിയിൽ മൂത്രമൊഴിച്ച, സ്കൂളിലെ പാട്ടിന്റെ വരികൾ മാറ്റിപ്പാടി ഹെഡ്മാസ്റ്ററെ കളിയാക്കിയ കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് അപ്പാർട്ട്മെന്റിൽ പ്രകാശത്തിന്റെ വെള്ളപ്പൊക്കമുണ്ടായത്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രകാശം ജലം പോലെയായി മാറിയിരിക്കുകയാണ്. സ്ഥലത്തെ എലിമെന്ററി സ്കൂളിലെ 2 ക്ലാസ്സുകളിലെ കുട്ടികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താണു പോയിരുന്നു. സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത, പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള നഗരമാണ് മാഡ്രിഡ്. അവിടെയാണ് ഈ അത്ഭുതം, ഈ കടലിൽ എന്നതുപോലെ ടോട്ടോയും ജോവലും തൻ്റെ വള്ളത്തിൽ തിരഞ്ഞു നടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നഷ്ടപ്പെട്ട അവരുടെ കാഡ്ജിനെ എന്ന് പറയുന്ന തുറമുഖ നഗരം, അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ജീവിച്ചിരുന്ന ആ നഗരത്തെ മാന്ത്രിക കൽപ്പനയുടെ പിൻബലത്തിൽ കുട്ടികൾ തിരിച്ചു പിടിക്കുന്ന ഇടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കഥ അവസാനിക്കുന്നത്. അല്ലെ, ശാസ്ത്രത്തിന്റെ മുന്നിൽ അയുക്തികമായ, ഒട്ടും യുക്തിയില്ലാത്ത, നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സത്യം ഭാവനയുടെ മാന്ത്രികതയിൽ യാഥാർത്ഥ്യമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. ഇതാണ് ഈ രചന രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ പാഠഭാഗത്തിൽ തന്നെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന അതിനെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: മാർക്കസിന്റെ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ് എന്ന നോവലിൽ നിന്ന് ഒരു സന്ദർഭം എടുത്ത് മാജിക്കൽ റിയലിസം എന്താണെന്ന് വിവരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നോവലിലെ ഒരു കഥാപാത്രമായ സാന്തിയാഗോ നാസർ തങ്ങളുടെ പെങ്ങളെ പിഴപ്പിച്ചുവെന്ന് 2 സഹോദരങ്ങൾക്ക് ഉറപ്പാകുന്നു. അവരിൽ ഒരുത്തൻ നാസറുടെ കൈകളിൽ ഒന്നിലേക്ക് കത്തി താഴ്ത്തുന്നു. ചോര ലേശവും പുറത്തു വരുന്നില്ല.
കഴിയുന്നില്ല. പിന്നീട് കത്തികൊണ്ട് വയറ്റിൽ കുത്തുന്നു. നാസറിന്റെ കുടൽമാല പുറത്തെത്തുന്നു. എന്നാൽ അയാൾ കുടലിൽ പറ്റിയ അഴുക്ക് തുടച്ചു മാറ്റുന്നതായി നോവലിൽ കാണുന്നു. ഇതൊരു അത്ഭുത കഥയായി നമുക്ക് തോന്നാം. ഇതൊരിക്കലും സംഭവ്യമായ ഒന്നായിട്ട് നമുക്ക് തോന്നുകയില്ല, അല്ലെ? അസംഭവ്യമായ ഒരു കാര്യമാണ്. എന്നാൽ മാർക്കസിന്റെ കഥയ്ക്കകത്ത് ഒരു യാഥാർത്ഥ്യം ഒളിച്ചിരിപ്പുണ്ട്. മാജിക്കൽ റിയലിസം ഇവിടെയാണ്. സാന്തിയാഗോ നാസർ ആരെയും പിഴപ്പിച്ചിട്ടില്ല എന്നതാണ്, അയാൾ നിരപരാധിയാണ് എന്ന വാസ്തവത്തെ, ആ യാഥാർത്ഥ്യത്തെയാണ് ഈ പ്രകാരം നമ്മളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ നിരപരാധിത്വം എന്ന യാഥാർത്ഥ്യം അവതരിപ്പിക്കാനാണ് കത്തി കയറിയപ്പോൾ ചോര വന്നില്ലെന്നും കുടലിലെ അഴുക്ക് തുടച്ചു മാറ്റിയെന്നും പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങളിലും അത്ഭുതവും മാന്ത്രികതയുമുണ്ട്. ഈ മാന്ത്രികമായ അവതരണം യാഥാർത്ഥ്യത്തെ കൂടുതൽ മിഴിവോടെ ആവിഷ്കരിക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു രീതിയായിട്ട് മാറുകയാണ്. അസംഭവ്യമാണ് ഇതെല്ലാം എന്ന് നമുക്കറിയാം. ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തതാണ് ഇതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ കഥാകാരൻ ഇതെല്ലാം സ്വാഭാവികം എന്നതുപോലെ അത് സംഭവിച്ചതാണ് എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നു. നിത്യജീവിതത്തിലെ യഥാർത്ഥ വ്യക്തികളും സംഭവങ്ങളുമാണ് ഇവിടെ പ്രമേയമായിരിക്കുന്നത്. എന്നാൽ അവതരണത്തിലാണ് ഈ മാന്ത്രികതയിലേക്ക് അനായാസം നീങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ മാജിക്കൽ റിയലിസം എന്നതിനെ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇപ്രകാരം തന്നെയാണ് നമുക്ക് ഈ കഥയിലും ഭാവനാത്മകത, അതൊരു മാജിക്കലായിട്ട് മാന്ത്രികതയുടെ ഒരു അതിരിലേക്ക് കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.